കൊണ്ടും കൊടുത്തും പ്രതിപക്ഷ നേതാവും വിദ്യാഭ്യാസ മന്ത്രിയും തനിക്കെതിരെ വി ഡി സതീശൻ നടത്തിയ ആക്ഷേപ പരാമർശത്തിന് തിരിച്ചടിച്ച് വി ശിവൻകുട്ടി. ഇയാളൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായല്ലോ. നിയമസഭ തല്ലിപ്പൊളിച്ച ആളാണ് ഇപ്പോൾ നിയമസഭയിൽ എങ്ങനെ പെരുമാറണമെന്ന് ഭരണപക്ഷത്തിന് ക്ലാസ് എടുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപം. വാക്കുകളിലേക്ക്. മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടു മടക്കി കൊട്ടി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ച ഒരുത്തനാണ്. നമുക്ക് ക്ലാസ് എടുക്കുകയാണ് ഈ സണ്ണി വക്കീലിനും എനിക്കൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ എങ്ങനെ നിയമസഭയിൽ പ്രവർത്തിക്കണം. എന്നിട്ട് സോണിയാഗാന്ധിക്കെതിരെ വാർത്ത വരുമെന്ന് കണ്ടാൽ എന്ത് വിഡ്ഢിത്വം വായിന്ന് വരുക, എന്ത് വിഡ്ഢിത്വം. വിദ്യാഭ്യാസ മന്ത്രി എൻ്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക. എൻ്റെ പിള്ളേരെ ഓർത്ത് ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ. അതേസമയം സതീശൻ നടത്തിയ എടാപോട പദപ്രയോഗം ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്തതെന്ന് ശിവൻകുട്ടി. ഞങ്ങൾ തിരിച്ചടിച്ചാൽ സതീശൻ മൂത്രമൊഴിച്ചു പോകും, ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് എന്ന് ശിവൻകുട്ടി. ഗോൾവാൾക്കർക്ക് മുൻപിൽ നട്ടെല്ല് വളച്ചത് ശിവൻകുട്ടിയല്ല, വിനായക് ദാമോദർ സതീശനാണെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിഹാസം അതുകൂടി കേൾക്കും. അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചടിച്ചാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. അപ്പം അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. വ്യക്തിഹത്യ ചെയ്യുന്നത് അത് മറ്റൊന്നും പറയാനില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ്. കേരളത്തിൽ ആരെങ്കിലും ഞാൻ RSSനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഞാൻ RSSനെതിരായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ സതീശൻ വള്ളിനിക്കർ ഇട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കുക. അപ്പം അതുകൊണ്ട് അത്ര എണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ ചരിത്രം ഞാൻ തന്നെ ഇരുന്ന് പറയുന്നില്ല. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടെല്ല് വളച്ച ആളിൻ്റെ പേര് ശിവൻകുട്ടി എന്നല്ലല്ലോ, അത് വി ഡി സതീശൻ എന്നാണ്, വിനായക് ദാമോദർ സതീശൻ. രാഷ്ട്രീയ നേതാക്കൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പരിധി വിട്ടു പോവുകയാണോ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ എന്ന് കൂടി നമുക്ക് പരിശോധിക്കണം. പ്രശാന്ത് കൃഷ്ണ ഇന്ന് നിയമസഭ റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചെയ്തുകൊണ്ട്. പ്രശാന്ത്, അത്ഭുതം ഒരു പക്ഷേ തോന്നുന്നില്ല. കാരണം ശിവൻകുട്ടിയുടെയോ അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെ പരാമർശങ്ങൾ ഈ രീതിയിൽ അല്ലെങ്കിൽ ആദ്യമല്ല. പക്ഷേ സതീശൻ, പ്രതിപക്ഷ നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട ആൾ, സഭയുടെ അധിപൻ, പ്രതിപക്ഷ നിരയിലെ അധിപൻ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. മാത്രമല്ല മറുവശത്ത് ശിവൻകുട്ടിയുടെ വാക്കുകൾ, അതും പുതിയ പദപ്രയോഗങ്ങൾ, പുതിയ പേര്, നമ്മൾ ഇരട്ട പേരിട്ട് വിളിക്കുന്ന പറയില്ലേ നാട്ടിൻ പ്രദേശങ്ങളിൽ എന്ന് പറയുന്ന പോലെ ഇരട്ട പേരിട്ട് വിളിക്കുക, ഇതൊക്കെ ഇന്നത്തെ അതിനുള്ള സാഹചര്യം എന്തായിരുന്നു? രണ്ടുപേരുടെ ഭാഗത്തും ആദ്യം വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്ന് ഒരു അതിരുവിട്ട സംസാരമുണ്ടായി. തിരിച്ചതിന് മറുപടി പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും അതിരുവിട്ട സംസാരം തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ പരസ്പരം ഗോൾ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം ഉണ്ടായ എന്നുള്ള പ്രയോഗമൊന്നും ശരിക്കും ഉണ്ടാകാൻ പാടില്ലാത്ത തന്നെയായിരുന്നു. കാരണം വിമർശനങ്ങളാകാം, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പരസ്പരം വിമർശിക്കുന്നതൊന്നും പുതിയ കാര്യവുമല്ല. പക്ഷേ ഇവൻ്റെ കാലത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യമൊക്കെ ആലോചിച്ചാൽ ദുഃഖിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പദപ്രയോഗത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. തിരിച്ച് അതിന് മറുപടി പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി, ഞാൻ RSSനെതിരെ നെഞ്ചു വിരിച്ച് പോരാട്ടം നടത്തുമ്പോൾ സതീശൻ വള്ളി നിക്കറിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്തൊരു പരാമർശമാണ്. ഉപമകൾ നല്ലതാണ്, പക്ഷെ ഉപമകൾക്ക് ഒരു പരിധി ഉണ്ടല്ലോ. നമ്മൾ സഭ്യമായ രീതിയിൽ പൊതുവിടങ്ങളിൽ ഇവരെ തിരുത്താനും നമ്മളൊന്നും ആളല്ല, പക്ഷെ ഇവരിൽ നിന്നൊക്കെ ആളുകൾ ഉറ്റുനോക്കുന്നവരുടെ പ്രതികരണങ്ങളൊക്കെ മാതൃകാപരമായിരിക്കില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മുന്നിലാണ് ഇതൊക്കെ പറയുന്നത്. അതിലും കുറച്ചുകൂടി കടുപ്പമേറിയതാണ്. ഗോൾവാക്കർക്ക് മുന്നിൽ നട്ടല് വളച്ച ആളല്ല ശിവൻകുട്ടി, വിനായക ദാമോദർ സതീശൻ, വി ഡി സതീശൻ എന്നുള്ള ഒരു എക്സ്പ്ലനേഷനൊക്കെ, ഒരു ഇനിഷ്യലിൻ്റെ ഒരു എക്സ്പാൻഷനൊക്കെ നൽകുമ്പോൾ അതൊന്നും ഒരു ശരിയായ രീതിയല്ല. എന്തായാലും ഇതിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ നടത്തിയ പ്രസംഗമാണ് ഇതിനെല്ലാം കാരണമായത്. ഇതിന് പക്ഷേ കുറേ നാളായിട്ട് നിയമസഭയ്ക്കുള്ളിൽ വി ഡി സതീശനെ ഭരണപക്ഷം ആക്രമിക്കുന്നുണ്ട്. വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്നുള്ള ചില പ്രയോഗങ്ങളും വാക്കുകളും കുറച്ച് ധാർഷ്ട്യമേറിയതാണ്. അത് ഇവരെ ഏറ്റവും കൂടുതൽ സർക്കാരിനെ പ്രകോപിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സെക്രട്ടേറിയറ്റിന് വേണ്ടി ഇപ്പോൾ ED ഇതുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെ ഇത് നടന്ന സമയത്ത് സെക്രട്ടറിൻ്റെ മുന്നിൽ ഈ കോൺഗ്രസിൻ്റെ സംഘടന എല്ലാവരും പേടിച്ചു പോയെന്ന് പോയി പറഞ്ഞേക്ക് എന്ന് പറയുന്ന ഒരു ബോർഡ് സ്ഥാപിച്ചു. ഇത് ഒരു ഇടക്കാലത്തിന് ശേഷമാണ് വീണ്ടും വെച്ചത്. മുൻപ് ഇതേ വിഷയം തന്നെ സതീശനെതിരെ പുനർജനിയുടെ കേസ് ഇപ്പോൾ വന്ന സമയത്താണ് വീണ്ടും പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക്. ഇത് വല്ലാണ്ട് പ്രകോപിതരാക്കിയിട്ടുണ്ട്. അപ്പോൾ ശിവൻകുട്ടി ഇന്ന് പറയുന്നുണ്ട്, എനിക്ക് പഴയ രീതിയിലാണെങ്കിൽ സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ പോയി ആളെ കൂട്ടി പോയി. എന്തായാലും ഈ വിനായക് ദാമോദർ ദാസ് സതീശൻ എന്നത് അണികൾ ഏറ്റുപാടുമോ?
അണികൾ ഏറ്റുപാടിയാൽ മോശമാകും എന്നുള്ളത് തന്നെയാണ്. കാരണം അതിൻ്റെ ധ്വനിയും അർത്ഥവും എല്ലാം വ്യത്യാസമാണ്. പിന്നെ വി ഡി സതീശനും ഇങ്ങനെ മാന്യത, ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേര, ആ പദവിയുടെ മാന്യത വെച്ച് വേണമായിരുന്നു പ്രയോഗങ്ങൾ നടത്തേണ്ടത്, വിശേഷണം നടത്തേണ്ടതെന്നുള്ള കാര്യം തീർച്ചയായും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നത്, നിങ്ങളെയൊക്കെ തിരുത്താൻ നമ്മൾ ആളല്ല, പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാനും വയ്യ. സഭയിലൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ സഭ്യമായിരിക്കണം, പരസ്പരമുള്ള മാന്യത പുലർത്തണം, ബഹുമാനം പുലർത്തണം.